മിശിഹായിൽ സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പഠനത്തിനായി നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് കടക്കുവാനും ചൈതന്യം ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നും അവൻ്റെ പാപവും അതിൻ്റെ കുറ്റബോധവും അവനെ ജീവിതത്തിലുടനീളം പിന്തുടരുന്ന ഒരു പ്രതിഭാസമാണ്. വലിയ ആത്മസംഘർഷമാണ് ജീവിതത്തിലുടനീളം പാപത്തിൻ്റെ പരിണതഫലമായി മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ എല്ലാ മതങ്ങളും മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പാപിയെ ശിക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ സമൂഹങ്ങളിലും എന്നും നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതി. എന്നാൽ യേശു അതിനെ പൊളിച്ചെഴുതുകയാണ്. പാപിയെ ശിക്ഷിക്കുകയല്ല, അവനെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കുകയാണ് ആവശ്യം. പാപിയെ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. എല്ലാ മനുഷ്യരും പാപികളാണെന്നിരിക്കെ സമൂഹം എങ്ങനെയാണ് ഒരു വ്യക്തിയെ കുറ്റക്കാരനായി കണ്ട് ശിക്ഷിക്കുന്നത്? അതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, ഒരാൾ പാപിയായി തീരുന്നത് അവൻ്റെ വ്യക്തിപരമായ ഒരു പ്രശ്നം കൊണ്ടല്ല, മറിച്ച് സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ജനിതക തകരാറുകൾ കൊണ്ടുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിനായി പാപിയെ മാനസാന്തരത്തിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് മതങ്ങളും സമൂഹവും രാഷ്ട്രങ്ങളും ചെയ്യേണ്ടത്. അതാണ് യേശു മുന്നോട്ട് വയ്ക്കുന്ന ദർശനങ്ങൾ. എല്ലാ മതസമൂഹങ്ങളിലും പാപപരിഹാരാർത്ഥം മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കാൻ, കുറ്റബോധത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുവാൻ ധാരാളമായിട്ടുള്ള കർമ്മവിധികളുണ്ട്. പല പ്രാവശ്യം ഹജ്ജിന് പോകുന്ന മുസ്ലിം സഹോദരന്മാർ ഉണ്ടാകാം. പല പ്രാവശ്യം ശബരിമലയ്ക്ക് പോകുന്ന പാപപരിഹാരാർത്ഥം ഇരുമുടിക്കെട്ടുമായി പോകുന്നവരുണ്ടാകാം. പളനിയിൽ പോയി പാപപരിഹാരത്തിനായി കർമ്മം ചെയ്യുന്നവരുണ്ടാകാം. ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നവരുണ്ടാകാം. ഇങ്ങനെ ഹൈന്ദവ മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും പാപപരിഹാരാർത്ഥം ധാരാളമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു വരുന്നു. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ മരണം വരെ മനുഷ്യൻ്റെ പാപങ്ങൾക്ക്, അവൻ്റെ കുറ്റബോധത്തിന് പരിഹാരമായി ധാരാളം കാര്യങ്ങൾ ചെയ്തു വരുന്നു. മാമോദിസ പാപമോചനത്തിനായിട്ടുള്ള ഒരു കൂദാശയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പാപമോചനം ലഭിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ പാപമോചനം ലഭിക്കുന്നു. കുമ്പസാരിക്കുമ്പോൾ പാപമോചനം ലഭിക്കുന്നു. അതിലുപരിയായി ഇതിനെല്ലാം ശേഷവും ഇതേ പാപങ്ങൾക്ക് പരിഹാരമായി തീർത്ഥാടനങ്ങളിൽ മനുഷ്യൻ പങ്കെടുക്കുന്നു. കുരിശുമല കയറുക മുതലായ പരിഹാര ക്രിയകളിൽ, പരിഹാര പ്രദർശനങ്ങളിൽ മനുഷ്യൻ പങ്കെടുക്കുന്നു. ചിലപ്പോൾ വിശുദ്ധരുടെ കല്ലറയിൽ പോയി സന്ദർശനം നടത്തിയാൽ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ ദണ്ഡവിമോചനം ലഭിക്കുന്ന ജൂബിലി മുതലായ കാര്യങ്ങളിൽ പങ്കെടുക്കണമെന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിവിധ തീർത്ഥാടനങ്ങൾ എല്ലാം നമ്മളെപ്പോഴും നടത്തി വരുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തുടർ പ്രക്രിയയാണ്. ചെറിയ പാപങ്ങൾക്ക് പോലും
നിരന്തരമായ പരിഹാരം ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കാരണം അവൻ്റെ മനസ്സിനെ സംസ്കരിച്ച് സന്തോഷത്തിൽ നിലനിർത്തുക എന്നുള്ളത് മനുഷ്യന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതുപോലെ ഏറ്റവും അവസാനം അന്ത്യകൂദാശ സ്വീകരിച്ചാണ് ഒരുവൻ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നിരന്തരമായ പാവപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ ഈ ജീവിതത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം സുസ്ഥിരമായി നിലനിൽക്കുകയുള്ളൂ. പാപിയെ ശിക്ഷിക്കുക എന്നുള്ളതല്ല, പാപിയെ രക്ഷിക്കുക എന്നുള്ളതാണ് യേശുവും വിശുദ്ധ ഗ്രന്ഥമുടനീളവും മുന്നോട്ട് വയ്ക്കുന്ന ദർശനം. ഐസസ് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം ത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവെല്ലാം മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. പ്രിയപ്പെട്ടവരെ, തിന്മ ചെയ്യാതിരിക്കുക, തിന്മ ചെയ്താൽ പശ്ചാത്തപിക്കുക, അനാവശ്യമായ കുറ്റബോധം പേറി നടക്കാതെ പാപത്തിൻ്റെ ഓർമ്മ മാഞ്ഞു പോകത്തക്ക വിധം സൽക്കർമ്മങ്ങളിൽ സമ്പന്നരാകുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കും. ആമേൻ.